ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രോസിക്യൂഷന്റെ തന്നെ വാദമനുസരിച്ച് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ എന്റെ കക്ഷി അവിടെ വച്ച് ഫോറൻസിക് എക്സ്പേർട്ട് വരച്ച ഒരു രേഖാചിത്രം കണ്ട് ആളെ തിരിച്ചറിഞ്ഞു. ഇതാണ് പോലീസിന്റെ ഭാഷ്യം. പോലീസും അത് മറന്നു, എല്ലാവരും അത് മറന്നു. പക്ഷേ യുവർ ഓണർ, കാലതാമസം കൊണ്ട് തെളിവുകൾ ഒരിക്കലും ദുർബലമാവുന്നില്ല. മറിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുക ചെയ്യുന്നത്. ഈ നിൽക്കുന്ന പ്രതി തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. സർ, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട് യുവർ ഓണർ. ഈ കൊല്ലപ്പെട്ട അനിരുദ്ധൻ ഈ കേസിലെ പ്രതിയായ സച്ചിദാനന്ദന്റെ ബന്ധുവായിരുന്നു. സർ, അനിരുദ്ധനോട് പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. യെസ്, കണ്ടിന്യൂ. താങ്ക് യു മൈ ലോർഡ്. ഇത്രയും വർഷങ്ങൾ പ്രതി വളരെ വിജയകരമായി തെളിവുകൾ നശിപ്പിക്കുകയും ഡെഡ് ബോഡി മറയ്ക്കുകയും ചെയ്തു. ഒരു വലിയ പാറക്കുഴിയിലാണ് അന്ന് ഈ പ്രതി അനിരുദ്ധന്റെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചത്. ഇപ്പോ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു എക്സ്കവേഷന്റെ ഭാഗമായി പരിശോധന നടത്തിയപ്പോഴാണ് സ്കെൽട്ടൺ റിമൈൻസ് കിട്ടിയത്. അത് അനിരുദ്ധന്റേത് തന്നെയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. സ്കെൽട്ടന്റെ കൂടെ കിട്ടിയ തലയോട്ടി ഫോറൻസിക് എക്സ്പേർട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തു. അതിൽ നിന്ന് കൊല്ലപ്പെട്ടയാളുടെ ഒരു രേഖാചിത്രം പോലീസ് വരച്ചെടുത്തു. അത് അനിരുദ്ധന്റെ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത് അങ്ങനെയാണ്. ആ സമയം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി അപ്രതീക്ഷിതമായി അവിടെ വെച്ച് ആ രേഖാചിത്രം തിരിച്ചറിഞ്ഞത് ഈ കേസിൽ വഴിത്തിരിവാവുകയായിരുന്നു എന്ന് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈ പ്രതി തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ടയാളുടെ വലത് കൈപ്പത്തിയിൽ വെടിയേറ്റിരുന്നുവെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി. ആ വെപ്പൺ റിക്കവർ ചെയ്തിട്ടുണ്ടോ? നോ യുവർ ഓണർ. ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആ വെപ്പൺ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കൂ. സർ, സോ ഇപ്പോ ഈ പ്രതിക്ക് ജാമ്യം കൊടുത്താൽ പ്രതി ഇനിയും ഈ കിട്ടിയ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പോലീസ് വിശ്വസിക്കുന്നു. സോ മൈ കൺക്ലൂഷൻ ഈസ്, അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഈ പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഡിഫൻസ് കൗൺസിൽ ഇല്ലേ? യെസ് യുവർ ഓണർ.
ആരാ ഇത്? ഇതാണ് അഡ്വക്കേറ്റ് ആരതി വർമ്മ. യുവർ ഓണർ, ഐ അപ്പിയർ ഫോർ ദ അക്യൂസ്ഡ്. യെസ്, യു മേ കണ്ടിന്യൂ. യുവർ ഓണർ, പ്രോസിക്യൂഷന്റെ വാദം നമ്മൾ എല്ലാരും കേട്ടു കഴിഞ്ഞു. എന്റെ സീനിയർ ലോയറാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും ഉണ്ട്. പക്ഷേ എന്റെ കക്ഷിക്ക് ജാമ്യം നിഷേധിക്കാൻ അദ്ദേഹം നിർത്തിയ വാദങ്ങൾ ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്നാണ് ആദ്യം തന്നെ ഡിഫൻസ് കൗൺസിലിന് പറയാനുള്ളത്. എന്ത് അടിസ്ഥാനത്തിലാ ഡിഫൻസ് കൗൺസിൽ അങ്ങനെ പറയുന്നത്? ഞാൻ അതിലേക്കാണ് യുവർ ഓണർ വരുന്നത്. 8 കാരണങ്ങൾ, 8 പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ കോടതിക്ക് മുമ്പിൽ എന്റെ ഈ വാദം സമർപ്പിക്കുന്നത്. യെസ്, എക്സ്പ്ലെയിൻ. യുവർ ഓണർ, ഈ എഫ്ഐആറിൽ പോലീസ് എഴുതി വച്ചിരിക്കുന്നത് പച്ച നുണകൾ മാത്രമാണ്. അത് വളരെ ഈസി ആയിട്ട് തന്നെ എനിക്ക് തെളിയിക്കാൻ സാധിക്കും. വർഷം മുമ്പ് നടന്നുവെന്ന് പോലീസ് പറയുന്ന ഈ കൊലപാതകത്തിന്റെ പ്രതിയെ പോലീസ് നിശ്ചയിച്ചത് ഒരിടത്തും കഷ്ടപ്പെട്ടു പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടല്ല. പ്രോസിക്യൂഷന്റെ തന്നെ വാദമനുസരിച്ച് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ എന്റെ കക്ഷി അവിടെ വച്ച് ഫോറൻസിക് എക്സ്പേർട്ട് വരച്ച ഒരു രേഖാചിത്രം കണ്ട് ആളെ തിരിച്ചറിഞ്ഞു. ഇതാണ് പോലീസിന്റെ ഭാഷ്യം. ഇനി അനിരുദ്ധന്റെ ചിത്രം എന്റെ കക്ഷി കണ്ടൂന്ന് തന്നെ ഇരിക്കട്ടെ, അതിലെന്താണ് തെറ്റ്? തന്റെ ബന്ധുവിന്റെ ചിത്രം കണ്ടാൽ എന്റെ കക്ഷിക്ക് സ്വാഭാവികമായിട്ടും ആളെ തിരിച്ചറിയാൻ കഴിയില്ലേ? എന്റെ കക്ഷിയാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയെങ്കിൽ കൊല്ലപ്പെട്ട ആളിന്റെ ചിത്രം കണ്ടാൽ പോലും തിരിച്ചറിഞ്ഞതായി ഭാവിക്കുവോ? ഒരിക്കലും അതുണ്ടാവില്ല. ഇങ്ങനൊരു കേസെടുത്ത് സ്വന്തം തലയിൽ വെക്കാൻ എന്റെ കക്ഷിയെന്നല്ല ഒരാളും തയ്യാറാവില്ല. അപ്പോ അദ്ദേഹം തനിക്ക് ആ രേഖാചിത്രത്തിൽ കണ്ട ആളിനെ അറിയാമെന്ന് പറഞ്ഞത് നിഷ്കളങ്കമായിട്ട് തന്നെയാണ്. ഇവള് തകർക്കാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഡിഫൻസിന് പിടിച്ചു കയറാനുള്ള ലൂപ്പ് ഹോൾട്ടിനെ ഗോകുല് വാദിച്ചത്.